പ്രിയമുള്ള കൂട്ടുകാരെ, നല്ല കൊഴുപ്പോടുകൂടിയ ഒരു മത്തിക്കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലൻ. ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് ചെറിയ ഉള്ളി, ചിരകിയ തേങ്ങ, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, വലിയ ഉള്ളി, കറിവേപ്പില, തക്കാളി, വെളുത്തുള്ളി. നമ്മൾ മത്തി വാങ്ങിയിട്ടുണ്ട്. അല്പം തിളക്കമുള്ളതാണ്, അതായത് പഴുത്തതാണ്. നമ്മൾ മീനെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ തലയും കുടലും എല്ലാം നമ്മുടെ പട്ടിക്കുഞ്ഞിനുള്ളതാണ്. അവനാണ് അതിൻ്റെ അവകാശി. നമ്മൾ അടുപ്പിലൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് വറുത്തെടുക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേ രീതിയിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായി നമ്മൾ 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് മുളക് ഉപയോഗിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. തേങ്ങ ചേർക്കുന്നതുകൊണ്ട് ഇതിൽ ഉലുവ ഇടാറില്ല. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്നുള്ള വിവരം ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. ഇതേ പരുവാകുന്ന രീതിയിൽ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അത് കോരിയെടുക്കാം. അധികം മൂത്ത് പോകരുത്. അടുത്തായി നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി കൂടാതെ വലിയ ഉള്ളി എന്നിവ ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒന്ന് ഹൈപ്പോടെ ചെയ്യുക. ഇതേ പരുവാകുമ്പോൾ ബാക്കിയുള്ള സാധനം കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി, അല്പം കറിവേപ്പില എന്നിവ കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അല്പം ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി എല്ലായിടത്തും ഉപ്പ് ആയതിനു ശേഷം അതും ആ ജാറിലേക്ക്, മുൻപ് എടുത്തു വെച്ചിരുന്ന ജാറിലേക്ക് കോരിയിടാം. തുടർന്ന് നമ്മൾ അടുപ്പിൽ മീൻചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് എല്ലാം ചേർക്കുകയാണ്. നമുക്ക് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പുളിവെള്ളം ആണ് ഉപയോഗിക്കുന്നത്. മീൻപുളി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പിഴുപുളി ഉപയോഗിച്ചത്. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാം. അരപ്പെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കുക. അല്പം കൂടെ ഉപ്പിന് ആവശ്യമുണ്ട്. അല്പം കൂടെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അടുത്തായി നമ്മൾ മീൻ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടച്ചു വെച്ച് തീയിരിക്കുക. 5 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നു നോക്കുക. കൂട്ടുകാരെ, ഒരു ലൈക്ക് അടിച്ച് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ ഹൈപ്പും ലൈക്കും ഷെയറും ഒക്കെ ഗുണം ചെയ്യും. വീണ്ടും ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ
വേവിച്ചെടുക്കാം. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. തുടർന്ന് അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ആ താളിപ്പ് നമ്മുടെ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അങ്ങനെ കൂട്ടുകാരെ, നമ്മളുടെ കൊഴുപ്പോട് കൂടിയ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചികരമായ രീതിയിൽ നല്ല കൊഴുപ്പോട് കൂടിയ മീൻകറിയാണ്. അപ്പോൾ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഹൈപ്പ്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്ന് ഫോളോ കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.